വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഈ പ്രഭാതത്തിലെ നമ്മുടെ വായന ഭാഗം സംഖ്യാപുസ്തകം 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ കുറിവാക്യം ആവർത്തന പുസ്തകം 10-ാം അധ്യായം 6-ാം വാക്യം. അവൻ്റെ മകൻ എലയാസാർ അവന് പകരം പുരോഹിതനായി. പുരോഹിതനായ അഹരോനും എലീശേബയ്ക്കും ഈജിപ്തിൽ വച്ച് ജനിച്ച 3-ാമത്തെ പുത്രനാണ് എലയാസർ. ഈ പേരിൻ്റെ അർത്ഥം ദൈവം സഹായിച്ചു എന്നതാണ്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ അനുജനും പുരോഹിതനായ അഹരോൻ്റെ മക്കളിൽ 4-ാമനും ആയിരുന്നു ഈഥാമാർ. ലേവ്യരായ ഗേർശോന്യ മെരാരി കുലങ്ങളുടെ മേൽനോട്ടം ഈഥാമാറിനായിരുന്നു. എലയാസറിൻ്റെ സന്താന പരമ്പരയേക്കാൾ എണ്ണത്തിൽ കുറവായിരുന്നു ഈഥാമാറിൻ്റെതെന്ന് 1 ദിനവൃത്താന്തം 24-4 കാണുന്നു. അഹരോൻ്റെ 4 പുത്രന്മാരും പുരോഹിതന്മാരായിരുന്നു എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടുവല്ലോ. എലയാസർ ഫൂതിയേലിൻ്റെ മകളെ വിവാഹം കഴിക്കുകയും അവർക്ക് ഫീനെഹാസ് എന്ന ഒരു ആൺകുട്ടി ജനിക്കുകയും ചെയ്തു എന്ന് പുറപ്പാട് 6-ാം അധ്യായം 25-ാം വാക്യത്തിൽ കാണാം. വേദപുസ്തകത്തിൽ എലയാസർ എന്നു പേരുള്ള മറ്റു വ്യക്തികളും ഉണ്ടായിരുന്നതായിട്ട് കരുതപ്പെടുന്നു. എന്നാൽ എലയാസർ, ഈഥാമാർ ഇവരുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ലേവ്യരുടെ പ്രധാനിയായിട്ട് തീർന്നു എലയാസർ. പുരോഹിതനായ അഹരോൻ്റെ മകൻ എലയാസർ ലേവ്യർക്ക് പ്രധാന പ്രഭുവും വിശുദ്ധ മന്ദിരത്തിലെ കാര്യം നോക്കുന്നവരുടെ മേൽവിചാരകനും ആയിരിക്കണം എന്ന് സംഖ്യാപുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യത്തിൽ പറയുന്നു. എന്നാൽ മറ്റ് 2 സഹോദരന്മാർ അന്യാഗ്നി കത്തിച്ച് മരിച്ചുപോയതിനു ശേഷം ദൈവം അഹരോനും മറ്റു മക്കൾക്കുമായിട്ട് ചില നിയമങ്ങൾ നൽകുന്നുണ്ട്. സമാഗമന കൂടാരത്തിൽ കടക്കുമ്പോൾ വീഞ്ഞും മദ്യവും കുടിക്കരുത്. ഇങ്ങനെ ദൈവം അവർക്ക് കൊടുക്കുന്ന ചില കൽപ്പനകൾ ലേവ്യ പുസ്തകം 10-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ പറയപ്പെടുന്നുണ്ട്. ഇസ്രായേൽ മക്കളോട് കൽപ്പിച്ച പ്രമാണങ്ങൾ അനുസരിക്കുവാൻ അവരെ ഉപദേശിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ ഈ കൽപ്പനകൾ അനുസരിക്കുക എന്നാണ് ദൈവം അവരോട് പറയുന്നത്. ജീവിതത്തിൽ ശ്രദ്ധയും സൂക്ഷ്മതയും എപ്പോഴും ആവശ്യമാണ്. എഹെസ്കേൽ പ്രവചനം 44-ാം അധ്യായം 21-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: യാതൊരു പുരോഹിതനും വീഞ്ഞു കുടിച്ച് അകത്തെ പ്രാകാരത്തിൽ കടക്കരുത് എന്ന്. 1 തിമോഥെയോസ് 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നു: ശുശ്രൂഷകർക്കുണ്ടായിരിക്കേണ്ട വിശുദ്ധിയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇവിടെ ഇവയെല്ലാം പാലിച്ച എലയാസറിന് ലേവ്യരുടെ പ്രധാനിയായി തീരുവാനും പ്രധാന പുരോഹിതനായിട്ട് തീരുവാനും ഉള്ള അവസരം ദൈവസന്നിധിയിൽ നിന്നും ലഭിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് അഹരോന് ശേഷം ആ പുരോഹിത വസ്ത്രം എലയാസറിന് നൽകപ്പെടുന്നു. ഇവിടെ അഹരോന് ശേഷം ആ പുരോഹിത വസ്ത്രം ധരിക്കുവാനുള്ള അവകാശം പുത്രനായ എലയാസറിന് ലഭിക്കുന്നു. പുറപ്പാട് പുസ്തകം 29-ാം അധ്യായം 29-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: അഹരോൻ്റെ വിശുദ്ധ വസ്ത്രം അവൻ്റെ ശേഷം അവൻ്റെ പുത്രന്മാർക്ക് ഉള്ളതായിരിക്കണം. ഇവിടെ ആ അവകാശം ലഭിക്കുന്നത് എലയാസറിന് ആകുന്നു. പൗരോഹിത്യ പാരമ്പര്യം നിലനിർത്തുവാൻ എലയാസറിന് സാധിച്ചു. തുടർന്ന് മോവാബിൽ വെച്ച് മോശയും എലയാസറും ഒന്നിച്ചാണ് ജനസംഖ്യ എടുക്കുവാനായിട്ട് പോകുന്നത്. അതിനുശേഷം യോശുവയും എലയാസറും ഒത്തൊരുമിച്ചാണ് കനാൻ ദേശം ജനങ്ങൾക്ക് വീതിച്ച് നൽകുന്നത്. അങ്ങനെ മരുഭൂപ്രയാണ കാലത്തും അതിനുശേഷവും മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച ഒരു പുരോഹിതനായിരുന്നു എലയാസർ എന്ന് നമുക്ക് മനസ്സിലാക്കാം. എക്കാലവും ജനത്തിന് ധീരമായ നേതൃത്വം നൽകുവാൻ എലയാസർ പുരോഹിതന് സാധിച്ചു. പുരോഹിത ശുശ്രൂഷ നിറപടിയായി ചെയ്യുവാനും അത് തലമുറകളോളം കൈമാറുവാനും എലയാസറിനും സാധിച്ചു. പ്രിയമുള്ളവരെ, നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം: പ്രിയ കർത്താവേ, ഞങ്ങളുടെ വിശ്വാസ ജീവിതം തലമുറകളെ കെട്ടുപണി ചെയ്യുന്നതിന് ഉതകുന്നതാക്കണമേ. ആമേൻ.